നിലമ്പൂരിൽ നല്ല മഴ പെയ്യുന്നു എന്ന് ദീപക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഴ കനക്കുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് മഴ കനത്താ പ്രശ്നമാകും അല്ലേ? നിലമ്പൂരിൽ പൊതുവെയുള്ള ആൾക്കാരെ മഴയൊക്കെ നനഞ്ഞ് സ്ഥാനാർത്ഥികളെ കാത്തു നിൽക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടുത്തെ ആഷ്മി അവിടെയൊക്കെ ചുറ്റിയടിച്ചപ്പോൾ പൊതുവെ തോന്നിയതൊരു അവസ്ഥ എന്താണ്? മഴയും വെയിലൊന്നും അവിടുത്തെ പ്രശ്നമല്ല. എന്ന് പറഞ്ഞാൽ അവർ അതിനേക്കാൾ വലിയ പ്രതിസന്ധികളോട് പടവിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് ചെറിയ മഴയൊന്നും ബാധിക്കില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ 8 മാസത്തേക്ക് മാത്രമേ ഉള്ളൂ ജയിക്കുന്ന MLA. അപ്പോൾ 8 മാസത്തേക്ക് എന്തിനു വോട്ട് ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരു വിഭാഗം വോട്ടർമാർ ചിന്തിച്ചാൽ അവരെ പഴിക്കാനാവില്ല. അത് മഴ വോട്ട് ചെയ്യണമെന്നുള്ളതാണ്, ഉറപ്പ് വോട്ട് ചെയ്യണമെന്നുള്ളതാണ്. പിന്നെ നിലമ്പൂർ രാഷ്ട്രീയ മണ്ഡലമാണ്. അടിമുടി ഇപ്പോൾ നിലമ്പൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴയൊക്കെ കടന്ന് പ്രേക്ഷകർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ദൃശ്യമാണ് കാണുന്നത്. നല്ല മഴ പെയ്യുന്നു എന്നാണ് തോന്നുന്നത്. കാര്യം ഉടയൊക്കെ ചൂടാത്തവരൊക്കെ തന്നെ മഴയിൽ വല്ലാത്ത അലോസരപ്പെടുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. എനിക്ക് തോന്നുന്നത് ദീപക് ധർമ്മടത്തിന് ഈ മഴയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്ക് ഒപ്പം ചേരാൻ കഴിയും എന്നാണ് നമ്മുടെ വിശ്വാസം. അല്പസമയത്തിനകം ദീപക് മഴയുടെ വിവരങ്ങളുമായി ചേരും. ഇപ്പോൾ ആഷ്മി, ദിലീപ് കുമാർ കൂടി സെൻട്രൽ ന്യൂസ് ഡെസ്കിലുണ്ട്. ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ് കുമാർ, എനിക്ക് കുറച്ചധികം ദിവസങ്ങൾ താങ്കൾ നിലമ്പൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തിയ മാധ്യമപ്രവർത്തകനാണ്. ഇപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് ആഷ്മി പറയുകയായിരുന്നു. അപ്പോൾ അതേസമയം നിലമ്പൂരിൽ അവർ വല്ലാതെ ഒരു ആത്മവിശ്വാസം എല്ലാ സ്ഥാനാർത്ഥികളും പ്രകടിപ്പിക്കുന്നുമുണ്ട്. എന്താണ് നിലമ്പൂരിൻ്റെ ഒരു താളം? SKN, രാവിലെ തന്നെ നിലമ്പൂർ നഗരത്തിൽ വലിയ മഴ പെയ്യുന്നുണ്ട്. അത് പോളിംഗ് ശതമാനത്തെ ഒരുപക്ഷെ ചെറിയ തോതിലെങ്കിലും ബാധിച്ചേക്കാം. പക്ഷേ ഈ മഴയെ അവഗണിച്ചുകൊണ്ടും വോട്ടർമാർ വരുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നിലമ്പൂരിൽ കാണുന്നത്. പലരും കുടയൊക്കെ എടുത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏതായാലും ഈ മഴയെ അവഗണിച്ചുകൊണ്ടുമുള്ള വോട്ടർമാരുടെ ഈ ആവേശം അത് ഒരുപക്ഷെ പോളിംഗ് ശതമാനത്തെ മൊത്തത്തിൽ തന്നെ അത് ഉയർത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ 76%, 76.96% നിലമ്പൂരിലെ പോളിംഗ് 2021. അത് ഇത്തവണ ഉയരും എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ കണക്കുകൂട്ടുന്നത്. അങ്ങനെ ഉയരുന്ന പോളിംഗ് ശതമാനം ആർക്കനുകൂലമാകും എന്ന കണക്കുകൂട്ടലാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുള്ളത്. ഇപ്പോൾ പ്രധാനപ്പെട്ട നിലമ്പൂർ മണ്ഡലത്തിലെ പ്രമുഖരൊക്കെ തന്നെ വോട്ട് ചെയ്തു കഴിഞ്ഞു. ചിലർ ഇനി വോട്ട് ചെയ്യാനിരിക്കുന്നുണ്ട്. മുക്കട്ട UPSലെത്തിയാണ് നിലമ്പൂർ ആയിഷ, പ്രമുഖ നാടക കലാകാരി നിലമ്പൂർ ആയിഷ. നേരത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിലകൊണ്ടിട്ടുള്ള, ഇപ്പോഴും അത് ഈ പ്രചാരണ രംഗത്തൊക്കെ സജീവമായിരുന്ന നിലമ്പൂർ ആയിഷ മുക്കട്ട UPSൽ എത്തി വോട്ട് ചെയ്തു. LDF സ്ഥാനാർത്ഥി M സ്വരാജ് മാങ്കുത്ത് LPSലെത്തിയാണ്, അദ്ദേഹത്തിൻ്റെ ബൂത്തിലെത്തിയാണ് വോട്ട് ചെയ്തത്. നിലമ്പൂർ മോഡൽ UPSലെത്തി രാജ്യസഭാംഗം മുസ്ലിം ലീഗ് നേതാവ് PV അബ്ദുൽ വഹാബ്, അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി. DCC പ്രസിഡന്റ് VS ജോയി പോത്തുകൽ വെള്ളിമുറ്റം അംഗൻവാടി അവിടുത്തെയുള്ള ബൂത്ത് 126 അല്പസമയത്തിനകം എത്തി വോട്ട് രേഖപ്പെടുത്തും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വീട്ടിക്കുത്ത് സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്താൻ കുടുംബസമേതം എത്തും എന്ന് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രമുഖർ ഒന്നുകിൽ വോട്ട് ചെയ്തു കഴിഞ്ഞു. UDF സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഇനി വോട്ട് രേഖപ്പെടുത്താനുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലാകെ പര്യടനത്തിലാണ്. ഇപ്പോഴും അവസാന വട്ട വോട്ടുറപ്പിക്കാനും അതോടൊപ്പം തന്നെ ഈ പോളിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ പുരോഗതി വിലയിരുത്തുന്നതിനും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സജീവമായി തന്നെയുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് പോയേക്കുന്നത് നിലമ്പൂർ ടൗണിൽ തന്നെയുള്ള അരുവാക്കോട് എന്ന് പറയുന്ന സ്ഥലത്തെ ബൂത്തിലേക്കാണ്. PV അൻവർ, അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ വോട്ടില്ല. സിറ്റിംഗ് MLA ആയിരുന്നു. അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നതെങ്കിലും PV അൻവറിൻ്റെ വോട്ട് ഒതായി, അദ്ദേഹത്തിൻ്റെ വീട് നിലനിൽക്കുന്ന ഒതായി സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ഏറനാട് മണ്ഡലത്തിലാണ്. പക്ഷേ ഈ PV അൻവർ ഇവിടേക്ക് എത്തുന്നുണ്ട്, നിലമ്പൂരിലേക്ക് എത്തുന്നുണ്ട്. 9:30 PV അബ്ദുൽ വഹാബ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള നിലമ്പൂർ മോഡൽ UPSലേക്ക് അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. അങ്ങനെ ഇത് പല സ്ഥലങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിര രാവിലെ മുതൽ തന്നെ ദൃശ്യമായിരുന്നു. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട് 3 പ്രത്യേക ബൂത്തുകൾ ഇത്തവണ സജ്ജമാക്കിയിട്ടുണ്ട്. ആ ബൂത്തുകളിലും വോട്ടർമാരുടെ സജീവ സാന്നിധ്യമുണ്ടെന്നാണ് അവിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെ വലിയ ആവേശത്തോടുകൂടി, വർദ്ധിത വീര്യത്തോടുകൂടി വോട്ടർമാർ വിധി എഴുതുന്നുണ്ട്. ആ വിധി എഴുത്ത് ആർക്ക് പ്രതികൂലമാകും, ആർക്കനുകൂലമാകും എന്ന് മാത്രമാണ് കാണാനുള്ളത്. 23-ാം തീയതി രാവിലെ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതിൻ്റെ വോട്ടെണ്ണൽ, നിലമ്പൂർ ജനത ആർക്കൊപ്പമെന്ന് അതിൻ്റെ വോട്ടെണ്ണൽ നടക്കും. ഫലം അറിയാനുമാകും. SKN. ഓക്കെ, ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ ജയൻ നായർ ഒരു കമന്റ് അടിച്ചിട്ടുണ്ട്. ഹാഷ്മി, SKN ആളെ കൂട്ടുകയാണല്ലോ, ഈ ആവേശം 23-ന് കാണണം, അതായത് അടുത്ത തിങ്കളാഴ്ച. ഞാനിവിടെ കൊണണ്ട്രം തകർക്കും എന്നാ പറയുന്നത്. അപ്പം നമ്മുടെ കൊണണ്ട്രം ഒക്കെ താങ്കൾക്ക് ഓർമ്മയുണ്ടെന്ന് മനസ്സിലായി. ജയൻ നായർ, വിജയകുമാറോട് ഒന്ന് വന്നോട്ടെ, നമ്മളൊരു പൊളിക്കും. ഓക്കെ, പ്രേക്ഷകർ തയ്യാറായിരുന്നുള്ളൂ. 23-ാം തീയതി രാവിലെ 6 മണി മുതൽ തത്സമയ സംപ്രേഷണം ഉണ്ടാകും. മാത്രമല്ല എല്ലാ സമയവും
നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കൊപ്പം ഉണ്ടാകും, പ്രത്യേകിച്ച് വോട്ടെണ്ണുന്ന ദിവസം.